ക്രിസ്തു സഭയുടെ തലവനായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ഭർത്താവിൻ്റെ ശിരസ് ഭാര്യയുടെ മേലുള്ള ധിക്കാരപരമായ അധികാരമല്ല, മറിച്ച് ക്രിസ്തു തൻ്റെ ജീവൻ അർപ്പിച്ചതിൻ്റെ മാതൃകയിലുള്ള അവൾക്ക് വേണ്ടിയുള്ള ത്യാഗപരമായ സ്നേഹത്തിലൂടെയുള്ള അധികാരമാണ്. അവളെ സ്നേഹിക്കുവാനും ഭാര്യയുടെ ക്ഷേമത്തിനും വളർച്ചയ്ക്കും രക്ഷയ്ക്കും ഉത്തരവാദിയായി അവളെ സ്വന്തം ശരീരമായി പോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവനും ആയിരിക്കണം ഭർത്താവ്. മറിച്ച് യജമാനനോ സ്വേച്ഛാധിപതിയോ ആകരുത്. ഭർത്താവിൻ്റെ ശിരസ് ഭാര്യയുടെ മേലുള്ള അധികാരമല്ല, മറിച്ച് ക്രിസ്തു തൻ്റെ ജീവൻ അർപ്പിച്ചതിൻ്റെ മാതൃകയിൽ അവൾക്ക് വേണ്ടിയുള്ള ഒരു അധികാരമാണ്. ത്യാഗപരമായ സ്നേഹത്തോടെ അവളെ സ്നേഹിക്കുവാൻ അയാൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് ഭാര്യയുടെ ക്ഷേമത്തിനും വളർച്ചയ്ക്കും രക്ഷയ്ക്കും ഉത്തരവാദിയാണ്. അവളെ സ്വന്തം ശരീരമായി പോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുവാൻ കർത്താവ് ഭരമേൽപ്പിച്ച ആളാണ്. അതായത് ക്രിസ്തുവിനെ പോലെ അവൻ അവളുടെ രക്ഷകനും സംരക്ഷകനുമാണ്. എഫേസ്യ ലേഖനം 5:22 മുതൽ 24 വരെ ഉള്ള തിരുവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഭാര്യയുടെ സമർപ്പണം ഭയം കൊണ്ടോ നിർബന്ധിത അടിമത്തം കൊണ്ടോ അല്ല, കർത്താവിനെ പോലെ സ്വമേധയാ ബഹുമാനപൂർവ്വം ആത്മാർത്ഥമായ ഒരു പ്രവൃത്തിയായിരിക്കണം ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹവും വിധേയത്വവും. ഈ സമർപ്പണം ദാമ്പത്യ ഐക്യത്തിന് വേണ്ടി കർത്താവിനുള്ള ഒരു സേവനമാണ്. ഇത് സഭയുടെ ക്രിസ്തുവിനോടുള്ള വിശ്വാസത്തെയും കീഴ്പ്പെടലിനെയും പ്രതിഫലിപ്പിക്കുന്നു. ഗാർഹിക സഭയുടെ നേതാവെന്ന നിലയിൽ ഭർത്താവിനുള്ള പങ്ക് അംഗീകരിച്ചുകൊണ്ട് ഭാര്യയെ ബഹുമാനിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എഫേസ്യ ലേഖനം 5:33. ക്രിസ്തീയ ഭവനമായ ചെറിയ സഭയിൽ ദൈവത്തോടുള്ള സ്നേഹവും ബഹുമാനവും ആരാധനയായി അർപ്പിക്കേണ്ടതുണ്ട്. ക്രിസ്തീയ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്കും വിജയത്തിനുമായി എഫേസ്യർ 5:21 നമ്മോട് ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവിൻ്റെ ഭയത്തിൽ ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം കീഴടങ്ങണം. ദൈവനാമം നമ്മിൽ കൂടി മഹത്വപ്പെടട്ടെ. ആമീൻ.